ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാനുള്ള കുറച്ച് മാർഗങ്ങളെക്കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ 12 മാർഗങ്ങൾ. ഞെട്ടിക്കാണും, വെറുതെ ഇരുന്നിട്ട് പൈസ ഉണ്ടാക്കാനോ? സത്യം പറയാലോ, അങ്ങനെ ചുമ്മാ ഇരുന്നാലൊന്നും പൈസ ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് പണിയെടുക്കാതെ പൈസ കുറച്ചും കൂടി വളരെ സ്മാർട്ടായിട്ട് ഗ്രോ ചെയ്യിപ്പിക്കാനും ഒക്കെ കുറച്ച് മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ മാർഗം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന മാർഗം തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഇരട്ടിയാക്കുകയും പിന്നെയും ഇരട്ടിയാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. അതിലെ ഏറ്റവും വലിയ മാർഗം യാതൊരു സംശയവും വേണ്ട, സ്റ്റോക്ക് തന്നെയാണ്. അതായത് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ പോയാൽ, ഒരു പക്ഷേ വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു പോയാൽ യാതൊരു സംശയവും വേണ്ട, വലുതാക്കി എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് SIPകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ നിക്ഷേപിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പേഴ്സണൽ ഫൈനാൻസിൻ്റെ കാര്യത്തിലൊക്കെ ആളുകൾ വളരെ മോശമാണ് എന്നെനിക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്രമാത്രം ഗ്രോ ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻകം വന്നു തുടങ്ങിയാൽ തന്നെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് ഗ്രോ ചെയ്യിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അതല്ലാതെ റിയൽ എസ്റ്റേറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ വീടിന് ചുറ്റുമൊക്കെയാണ്. അങ്ങനെയല്ല, ഈ ലോകം മുഴുവൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഞങ്ങൾ കഴിഞ്ഞ തവണ ജപ്പാനിൽ പോയപ്പോൾ ജപ്പാനിലെ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ റിയൽ എസ്റ്റേറ്റ് ലോകം മുഴുവൻ ചെയ്യാനുള്ളതാണ് എന്നുള്ളത് കൂടി മനസ്സിലൊന്ന് ഓർക്കുക. രണ്ടാമത്തെ കോണ്ടന്റ് ക്രിയേഷനാണ്. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോണ്ടന്റ് ക്രിയേഷനാണ്. നമ്മൾ കുറച്ചും കൂടിയും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈഫ് ബ്ലോഗുകൾ ചെയ്യാം. വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്തിടാം. എപ്പോഴാണ് വൈറലാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിക്കാനും പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാം. യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, അല്ലെങ്കിൽ FBയിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, ബ്ലോഗുകൾ എഴുതാം. ഇതൊക്കെ വലിയ സാധ്യതകളാണ്. അപ്പോൾ ഓൺലൈൻ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വലിയ സാധ്യത തന്നെയാണ്. അടുത്തത് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്. ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുക്ക്, ഒരു പുസ്തകം എഴുതുക. ഇന്നത്തെ കാലത്ത് ഒരു പുസ്തകം എഴുതുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ChatGPT ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ പുസ്തകം എഴുതാവുന്നതേ ഉള്ളൂ. അത് തന്നെ കുറച്ചുകൂടി ഒന്ന് റീവാമ്പ് ചെയ്തെടുത്ത് റിഫൈൻ ചെയ്തെടുത്താൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലിലുള്ള പുസ്തകം നിങ്ങൾക്ക് തയ്യാറാക്കാം. അതിനൊരു ബുക്കാക്കി മാറ്റാം. വേണമെങ്കിൽ ആമസോണിലടക്കം നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനിൽ വളരെ ഭംഗിയായിട്ട് സെല്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വലിയ സാധ്യതയാണ് ഈ ബുക്കുകൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്ത് അത് സെല്ല് ചെയ്യുകയും ആവാം. അതും വലിയ സാധ്യതയാണ്. ചുരുക്കി പറഞ്ഞാൽ ഓൺലൈൻ സെയിൽസ് വലിയ സാധ്യതയാണ്. അടുത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള വലിയ സൈറ്റുകളെല്ലാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ സൈറ്റിലോ ബ്ലോഗിലോ നിങ്ങളുടേതായിട്ടുള്ള നെറ്റ്വർക്കിലോ ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലിങ്കിലൂടെ ആരെങ്കിലും കയറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സും റിവാർഡ്സും ഒക്കെ കിട്ടുന്ന രീതിയാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നെറ്റ്വർക്ക് ഏറ്റവും മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. തീർച്ചയായിട്ടും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കാര്യമായിട്ടുള്ള വിയർപ്പൊന്നും ഇല്ലാതെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപാടി തന്നെയാണ്. പക്ഷേ അവിടെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനുള്ള കൃത്യമായിട്ടുള്ളൊരു ഫോക്കസും പ്ലാനിങ്ങും ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത് റോയൽറ്റീസ് ആണ്. പല കാര്യങ്ങൾക്കും നമുക്ക് വേണമെങ്കിൽ റോയൽറ്റീസ് ലഭ്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോനായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോണ്ടന്റിനായിരിക്കാം, നിങ്ങളുടെ ഒരു പുസ്തകത്തിനായിരിക്കാം. നിങ്ങളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന ഒരു സാധനം ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ വേറെ ആരെങ്കിലും പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റോയൽറ്റി മാത്രം മേടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് കാലം ജീവിക്കാം. നിങ്ങളുടെ ഒരു പേറ്റൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ നിങ്ങളുടെ ഒരു അവകാശത്തിനുള്ള നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷനാണ് ഈ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് ആദ്യത്തെ ആ ഒരു എഫർട്ടിന് ശേഷം പിന്നീട് പ്രത്യേകിച്ച് എഫർട്ടൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് റോയൽറ്റിയുടെ പ്രത്യേകത. അടുത്ത ഒരു മാർഗം പിയർ ടു പിയർ ലെൻഡിങ് ആണ്. പൈസ കടം കൊടുക്കൽ. കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് പകരം നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പിയർ ടു പിയർ ലെൻഡിങ് പോസിബിളാണ്. പണം ആവശ്യമുള്ള ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
ഈ വലിയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ പലപ്പോഴും വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എവിടെ നിന്ന് പൈസ കിട്ടുമെന്നുള്ളത് മറ്റുള്ളവർ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും ബ്ലേഡല്ലേ പറയുന്നത്, ബ്ലേഡ് ആവണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറഞ്ഞ പലിശയ്ക്കോ കൂടിയ പലിശയ്ക്കോ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പക്ഷേ കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എത്തിക്കലായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അടുത്തത് ഈ നമ്മളുടെ സാധാരണഗതിയിലുള്ള ഈ ചെറിയ സ്മോൾ ആൻഡ് മീഡിയം ലെവൽ കമ്പനികളൊക്കെ ഉണ്ട്. വലിയ ലിസ്റ്റഡ് കമ്പനികളല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്മോൾ ആൻഡ് മീഡിയം ലെവൽ കമ്പനികളും വളർന്നു വരുന്ന ബിസിനസ്സുകളുമൊക്കെ. അത്തരം ബിസിനസ്സുകളിലൊക്കെ പ്രോഫിറ്റ് അവർ ചിലപ്പോൾ നന്നായി ഉണ്ടാക്കുന്നുണ്ടാവും, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് മാറുക, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. വലിയ സാധ്യതയാണ് പെട്ടെന്ന് തന്നെ റിട്ടേൺസ് കിട്ടാനായിട്ട്, നല്ല ഡിവിഡൻഡ് കിട്ടാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി, നല്ല രീതിയിലാണ് അവരുടെ ബിസിനസ് പോകുന്നത്, അവരുമായിട്ട് നിങ്ങൾക്ക് നല്ല റിലേഷൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയാൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു സൈലൻറ്റ് ഇൻവെസ്റ്ററായിട്ട് മാറാം. അടുത്തത് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ആണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതോടുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ട്രേഡിംഗ് സാധ്യമാണ്. കൃത്യമായിട്ടുള്ള അൽഗോരിതംസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഇന്ന രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന രീതിയിലുള്ള ട്രേഡ് നടത്തണം എന്നുള്ള രീതിയിൽ ഒരുപാട് ആപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ആപ്പുകളും ഇതിനകത്തുണ്ട്. അത്തരം ഒത്തൻറ്റിക് ആയിട്ടുള്ള ആപ്പുകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ട്രേഡിങ്ങിന്, അതുപോലെ ഫോറക്സ് ട്രേഡിങ്ങിന് ഒക്കെ പോവുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഒരു പരിധിവരെ പല ക്രിപ്റ്റോ കറൻസികളും ഒരുപാട് ആളുകൾ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാക്കുച്ചരിക്കാൻ പോലും പലപ്പോഴും പേടിയാവുന്ന അവസ്ഥയാണ്. കാരണം ക്രിപ്റ്റോ കറൻസി ശരിക്കും എന്താണ് എന്നറിയാതെ പല ആളുകളും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം നല്ല ചില ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിനൊക്കെ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കിട്ടുന്ന ആളുകളുണ്ട്. അപ്പം അത്തരത്തിൽ ഉള്ള ക്രിപ്റ്റോ കറൻസികളിലും വേണമെങ്കിൽ ഒരല്പം റിസ്ക് എടുത്തുകൊണ്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ അസറ്റ്സ് റെൻറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും കൊമേഴ്സ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി റെൻറ്റ് ചെയ്യാൻ വെയർ ഹൗസുകൾ ഉണ്ടെങ്കിൽ വലിയ സാധ്യതകളാണ്. ഒപ്പം നമ്മളുടെ റോഡുകൾ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ സ്റ്റേറ്റ് ഹൈവേകളും നാഷണൽ ഹൈവേകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്തിന്, പ്ലെയിൻ ലാൻഡ് പോലും റെൻ്റ് ഔട്ട് ചെയ്യാം. വേണമെങ്കിൽ നമ്മളുടെ ഒരു വീടോ ഫ്ലാറ്റോ ഒക്കെ റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം റെൻറ്റിന് കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു ധനാഗമ മാർഗം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അടുത്തത് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില സംഭവങ്ങൾ വളരെ നന്നായി വരാറുണ്ട്. ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ആപ്പുകൾ, അങ്ങനെയൊക്കെ വളരെ വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഈ ആപ്പ് എന്നുള്ള രീതിയിൽ പല ആളുകളും ആപ്പിൽ ചാടാറുണ്ട്. ഞാൻ പല വീഡിയോകളായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാടിപ്പിടിച്ച് ഒരു ആപ്പ് തുടങ്ങിക്കളയരുത്. നിങ്ങൾക്കത് ഫീസിബിളാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു ആപ്പ് തുടങ്ങിയാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇൻകം തരുന്ന ഒരു സംഭവമായിട്ട് ആ ആപ്പ് മാറിയേക്കാം. അടുത്ത പോയിന്റ് ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സൈറ്റുകൾ അവൈലബിളാണ്. അപ്പോൾ അലാമിയൊക്കെ കേരളത്തിൽ തന്നെ ടെക്നോ പാർക്കിലൊക്കെ ഓഫീസുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അലാമി. നിങ്ങൾ നല്ല ഫോട്ടോസ് എടുത്ത് നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് ആരെങ്കിലും വന്ന് അത് പർച്ചേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ അതിന് വില നിശ്ചയിക്കാം. ആ വില നിശ്ചയിച്ച് അവർ ചെറിയൊരു കമ്മീഷൻ മാത്രമേ ഈടാക്കുന്നുള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫറാണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ കാലത്തുള്ള നല്ല മൊബൈലുകളിലടക്കം നല്ല ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള നല്ല ഫോട്ടോകൾ ചിലപ്പോൾ ആളുകൾ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം പലതരത്തിലുള്ള ബ്രോഷറുകളും കാറ്റലോഗുകളും അവരുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പല രീതിയിലുള്ള ഫോട്ടോകൾ ആവശ്യമുണ്ട്. നമ്മളൊരു പക്ഷേ ഊഹിക്കാത്ത തരത്തിലുള്ള ഇമേജസൊക്കെ അവർക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ എന്തും ആവശ്യമുള്ള ഇമേജുകളാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ലൈറ്റിങ്ങിലൊക്കെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പാഷനാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം. ആൻഡ് ഫൈനലി 12ാമത്തെ പോയിന്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നല്ല കണക്ഷൻസ് ഉണ്ട്, സാധനങ്ങളൊക്കെ അവർക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈനയിൽ പോയി അവിടെ നല്ല കണക്ഷൻസ് ഉണ്ടാക്കി അവിടെ നിന്ന് നേരിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് അയപ്പിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ നേരിട്ട് ഒരു പ്രൊഡക്റ്റും ഡീൽ ചെയ്യുന്നില്ല, മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇടനിലക്കാരനൊന്നും കാര്യമായിട്ടില്ലാതെ. ചുരുക്കി പറഞ്ഞാൽ അവിടെ നിങ്ങളൊരു വിൻ 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 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാനുഫാക്ചർക്കും കസ്റ്റമർക്കും നിങ്ങൾക്കും വിൻ 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 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്.
അതിന് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആദ്യകാലങ്ങളിൽ കുറച്ച് അധ്വാനമുണ്ടാവും, നല്ല നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ വൺസ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എളുപ്പമാണ്. കാരണം നിങ്ങൾ നല്ല ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറുകയും ഡ്രോപ്പ് ഷിപ്പിങ്ങും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ വളരെ ഈസി ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ 12 മാർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗമൊക്കെ ആർക്കും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിലും ഒക്കെ സൈഡിലൂടെ ഇതിൽ ഏതെങ്കിലും ഒരു 1-2 മാർഗ്ഗങ്ങളൊക്കെ എടുത്ത് ഒരു എക്സ്ട്രാ ഇൻകം കൂടി ഏൺ ചെയ്യുകയാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ പേഴ്സണൽ ഇൻകവുമായി ബന്ധപ്പെട്ട, പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു മെൻറ്ററിങ് സെഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടാം ഈ നമ്പറിൽ. താങ്ക് യു.